ആദ്യം കുഞ്ഞു കുഞ്ഞു റോളുകൾ ചെയ്തു. ഇപ്പോൾ നല്ല ക്യാരക്ടർ റോളുകൾ ചെയ്യുന്ന നന്ദിനി ഗോപാലകൃഷ്ണനാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. വെൽക്കം മാം. താങ്ക് യു. ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചത് ആവറേജ് അമ്പിളിയിലെ അമ്മയുടെ റോളാണ്. അതിലെ ഡയലോഗ് നമ്മൾ ഇപ്പോഴും മറ്റേ ഇൻസ്റ്റഗ്രാം ഒക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിലിങ്ങനെ വരും മോട്ടിവേഷണൽ സാധനങ്ങൾ. അപ്പൊ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചത് ആരുടെ കൂടെയാണ്? ദുൽഖറിന്റെ കൂടെയാണ്. അത് പറഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ അഭിനയിക്കുന്ന പ്രേംകുമാർ സാറുണ്ടല്ലോ, പ്രേംകുമാർ സാറും ഒരു ഹരികുമാർ സാറും, ഇവർ രണ്ടുപേരുമാണ് ഞങ്ങളെ ഡ്രാമ പഠിപ്പിച്ചിരുന്നത്. പ്രേംകുമാർ സാറിന്റെ ശിഷ്യാണ്. അതെ. ആഗ്രഹിച്ച് ഈ റോള് ഞാൻ ചെയ്യുമെന്ന് വിചാരിച്ച് നഷ്ടപ്പെട്ട എന്തെങ്കിലും റോൾ ഉണ്ടോ? നല്ലൊരു സിനിമ എനിക്ക് അങ്ങനെ മിസ്സായിരുന്നു. ഈ സിനിമയുടെ പേര് പറയുന്നില്ല. എന്നോട് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് എന്നോട് ആദ്യം ഡയറക്ടർ വിളിച്ചു, ഇങ്ങനൊരു സിനിമയുണ്ട്, അതിൽ നായികയുടെ ഒരു അമ്മ ക്യാരക്ടറാണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്, ബേസിൽ ജോസഫിന്റെ ഒരു സിനിമയാണ്. അപ്പം സിനിമ ഇറങ്ങിയപ്പോ സിനിമ ഇറങ്ങി സൂപ്പർ ഹിറ്റുമായി. ബേസിൽ ജോസഫിന്റെ അമ്മയായിട്ടല്ലോ, അല്ല നായികയുടെ അമ്മയായിട്ട്. ദൃശ്യം 3 ഞാൻ എന്റെ ക്യാരക്ടർ കാണൂല, കാരണം 2 അതങ്ങ് പറഞ്ഞു തീർന്നു പോയല്ലോ. നീ ജിത്തു സാർ ഇന്റർവ്യൂ എങ്ങാനും കണ്ടിട്ട് നമുക്ക് ഇവരുടെ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്താലോ എന്ന് തോന്നിയാൽ. ലാലേട്ടനെ കണ്ടോ? ഇല്ല, ലാലേട്ടനെ കാണാൻ പറ്റിയില്ല. പക്ഷെ അവന് പേഴ്സണൽ നോട്ട് അദ്ദേഹത്തിന് ഈ അടുത്തിടയ്ക്ക് കാണാൻ പറ്റി. അത് ഫാമിലി ഒരു മീറ്റിംഗ്, ഹസ്ബൻഡിന്റെ കൂടെ പോയി ഞാൻ മീറ്റ് ചെയ്തതാണ്. അപ്പോൾ അന്ന് തന്നെ നമുക്കിങ്ങനെ എന്താ പറയണേ, ലാലേട്ടൻ ഒരു ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറയണ പോലെ. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമ ഉണ്ട്, മമ്മൂക്ക അതെ 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 സിനിമ കൊള്ളാം, അടിപൊളിയാണ് എന്ന് പറഞ്ഞു. അതെ അതെ അതെ. ഞങ്ങൾക്കൊക്കെ ഒരു എന്താ പറയാ നാഷണൽ അവാർഡ് കിട്ടിയത് ഒരു പ്രതീതിയാണ്. കാരണം എന്നെ സ്ക്രീനിൽ മമ്മൂക്ക കണ്ടു. റോന്തില് ഒരു നമുക്ക് ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ വന്നു. അതെങ്ങനെയായിരുന്നു? ഷാഹി കബീർ ഡയറക്റ്റ് വിളിക്കായിരുന്നോ? എന്തോ ടെക്നിക്കൽ കാരണങ്ങൾ കാരണം അവർ ആദ്യം കാസ്റ്റ് ചെയ്തിരുന്ന ആൾക്ക് എത്തിപ്പെടാൻ പറ്റാതെയോ അങ്ങനെ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ആണ് എനിക്ക് റോന്തിലെ ക്യാരക്ടർ കിട്ടുന്നത്. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദുഃഖം എന്തായിരുന്നു ഇത്രയും കാലത്തിനിടയിൽ ഉണ്ടായത്? ഞാൻ ഇന്ന് ഈ പൊസിഷനിൽ നിൽക്കുന്നത് അമ്മ കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട്. അമ്മേനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ്സും ചെയ്യുന്നുണ്ട് പല സന്ദർഭങ്ങളിലും. സോറി, ഞാൻ